ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു മോമോസ് റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ടും വെജിറ്റബിൾ ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദമാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടമാവ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തിയുടെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ പച്ചവെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ചപ്പാത്തിയുടെ ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ ടൈം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നന്നായിരിക്കും. ഞാനിവിടെ ഒരു 20 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൂടി വെച്ച് അടച്ചു വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കോട്ടൻ്റെ തുണി നനച്ചിട്ട് അത് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരിക്കലും ഡ്രൈ ആവുന്ന പോലെ ഓപ്പൺ ആക്കിയിട്ട് വെക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത പീസാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇത് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ വെള്ളമില്ലാതെ വേണം ഇത് മിക്സിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ വെള്ളമില്ലാതെ ഡ്രൈ ആക്കിയിട്ട് ചെറിയ പീസായിട്ടൊന്ന് മിക്സിയിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ വെള്ളമില്ലാതെ ചെയ്തെടുക്കണം. വെള്ളം ആയിക്കഴിഞ്ഞാൽ നല്ല പേസ്റ്റായി പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ചിക്കൻ വേണ്ടത്. ഞാനിവിടെ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. സവാള ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോകരുത്. ചെറിയൊരു സവാള എടുത്താൽ മതി. അതുപോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അധികം കൂടി പോകരുത്, ചെറിയൊരു പീസിൻ്റെ ആവശ്യമുള്ളൂ. അത് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം ചേർത്തി കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടും ചേർത്തി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഞാനിവിടെ ചെറിയൊരു എരിവിനായിട്ട് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഗ്രീൻ ചില്ലി വേണമെങ്കിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്തി കൊടുക്കാവുന്നതാണ്. ഈ ഒരു സ്നാക്കിൽ എരിവിൻ്റെ ആ ഒരു ഫ്ലേവർ അധികമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു എരിവ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്തി കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ലെമൺ, 1 ടീസ്പൂണുള്ളൂ, 1 ടീസ്പൂണ് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിൽ ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോയാ സോസിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്തി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഓണിയനാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തി കൊടുത്തായാലും മതി. എന്നിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് വഴട്ടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പച്ചക്ക് ചേർത്തി കൊടുത്താൽ മതി. നന്നായിട്ട് വെന്ത് വരും നമ്മളിത് ചെയ്തെടുക്കുമ്പോഴത്തേനും. അപ്പോൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിതുപോലെ നീളത്തിലുള്ള മാവാക്കിയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഈക്വലായിട്ട് ഓരോ പീസുകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഉരുളകളാക്കി ചപ്പാത്തിയുടെ ഉരുള പോലെ അതുപോലെ വലുതാക്കി എടുക്കാവുന്നതാണ്. ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തുന്നോളാം. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഈ മോമോസ് സ്റ്റീം ചെയ്യുന്ന ആ ഒരു ട്രേയിൽ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഓയിൽ കോട്ടായാൽ മതി. ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മോമോസ് ഈ ഒരു പ്ലേറ്റിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമുക്കിവിടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ ആകുമ്പോഴും ഒരു ട്രിപ്പ് ആകുമ്പോൾ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നത് നല്ലത്. കൂടുതലായിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രേ ഞാൻ വേഗം റെഡിയാക്കി വെച്ചത്. ഇനി നമുക്ക് ഓരോ ബോളായിട്ട് എടുത്തിട്ട് നന്നായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ മൈദമാവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി ഇട്ടിട്ട് വേണം നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പരന്ന് കിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം.
ഇത് ഞാൻ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പപ്പടത്തിൻ്റെ തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര തിന്നാവുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. അപ്പോൾ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ കുറഞ്ഞു പോകും, കുറച്ച് ഹാർഡായി പോകും. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊരു സർക്കിൾ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷനൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഈ ഒരു പോർഷൻ നമുക്ക് ബാക്കിയുള്ള ഉരുളകളുടെ കൂടെ ഉരുട്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സർക്കിൾ ഷേപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത ഈ പൊടികളൊക്കെ ഒന്ന് തട്ടി കളഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പരത്തുമ്പോൾ ഓവറായിട്ട് പൊടിയിട്ട് പരത്തണമെന്നൊന്നുമില്ല, ആവശ്യത്തിനുള്ള പൊടിയിട്ട് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം പൊടി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഫില്ലിങ്ങാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് പിടിച്ചിട്ട് നമുക്കിതൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തിൽ ചെയ്യുമ്പോൾ ഒന്നും കറക്റ്റായിട്ട് പ്ലീറ്റൊന്നും വരില്ല, 1-2 ചെയ്യുമ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ അതെല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിംഗ് റോൾ ചെയ്യുന്ന പോലെ അങ്ങനെ റോളാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം, നല്ല തിന്നാവണമെന്ന് മാത്രം. ഇനി നമുക്കിതിൻ്റെ ഒരു സെൻറ്റർ പോർഷന് ഒന്ന് അമർത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീമായി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു അറ്റം ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് പരത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ, ഈ ഫ്ലവർ പോലെ ആയി നിൽക്കുന്ന ഈ ഒരു പോർഷൻ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയാലേ ഈ ഒരു പോർഷനും നല്ല തിന്നായിട്ട് തന്നെ നിൽക്കുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് ചിലതൊക്കെ അങ്ങനെ ഭയങ്കര തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ആ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഇഡ്ഡലിയുടെ ചെമ്പിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെമ്പിലേക്ക് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനത് വേവിച്ചെടുത്തത്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ ചിക്കന് അരച്ച് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മൾ അടിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ എടുക്കാനും എളുപ്പമാണ്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൊമോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിലത്തെ ഒരു ചിക്കൻ നമ്മൾ വേവിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റീമിൽ കിടന്ന് ചിക്കൻ വെന്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഈ ഒരു മൊമോസ് ഇതുപോലെ ഈ ടൊമാറ്റോ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ടൊമാറ്റോ ചട്നിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ടൊമാറ്റോ അതുപോലെ തന്നെ ഒരു ഡ്രൈ ചില്ലി, ഒരു ടൊമാറ്റോക്ക് ഒരു ചില്ലി, ആ ഒരു റേഷ്യോയിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടൊമാറ്റോയും ഒരു ഡ്രൈ ചില്ലിയും കൂടെ നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ടൊമാറ്റോയുടെ സ്കിന്ന് സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് 2 ഗാർലിക്കും 1 ടീസ്പൂണ് വിനെഗറും ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മളെ ചട്നി റെഡിയായി. അപ്പോൾ നമുക്ക് ഈ ഒരു മൊമോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ മൊമോസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ചട്നിയും കൂടെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല കോമ്പിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ കുറച്ച് മൊമോസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റാണ്. കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതുപോലെ തയ്യാറാക്കാവുന്നതാണ്. ജസ്റ്റ് ഞാനൊരു 3-4 എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം. അതിൻ്റെ ഉള്ളും ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ആ ചിക്കനൊന്ന് വെന്ത് വരണം. നമ്മൾ വേവിക്കാതെയാണല്ലോ ചിക്കൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. അതിൻ്റെ ഉള്ളും നല്ല ടേസ്റ്റാണ്. ഒരു നഗറ്റ്സിൻ്റെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.